الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുസ്ലിമീങ്ങളായ നമ്മൾ അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ടു തന്ന ഇസ്ലാമിൻ്റെ അനുയായികളാണ്. ഇസ്ലാം എന്നാൽ ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മതമാണ്. അവന്റെ സൃഷ്ടികൾക്ക് ജീവിത മാർഗദർശനം നൽകാൻ വേണ്ടി പ്രവാചകന്മാരിലൂടെ അള്ളാഹു എത്തിച്ചു തന്നതാണ് ഇസ്ലാം എന്ന സന്ദേശം, മതം. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഏകനാണെങ്കിൽ, ഏകനാണ്. അതുകൊണ്ട് തന്നെ ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ നിന്ന് വരുന്ന മാർഗദർശനം അത് ഒന്നേ ഉണ്ടാവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ സത്യം ഒന്നേ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് ജീവിതത്തിൽ നൽകുന്ന മാർഗദർശനമാണ് എങ്കിൽ ഏകനായ പ്രപഞ്ച സൃഷ്ടാവിൽ നിന്ന് വരുന്ന കൃത്യമായ ഏകമായ നിയമമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മതം മാത്രമേ അള്ളാഹുവിൻ്റെതായിട്ടുണ്ടാവുകയുള്ളൂ. അള്ളാഹു ഏകനായതുകൊണ്ട്, പ്രപഞ്ച സൃഷ്ടാവ് ഏകനായതുകൊണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം ആകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, സമർപ്പണം, സമാധാനം എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് ഇസ്ലാം എന്നത്. അപ്പൊ അള്ളാഹുവിന്റെ പ്രപഞ്ച സൃഷ്ടാവായ ഏകനായ റബ്ബിന്റെ ഏകമായ മതം, ആ മതം പിൽക്കാലത്ത് വ്യത്യസ്ത രൂപത്തിലേക്ക് വ്യത്യസ്ത മതങ്ങളായി മാറി. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് കാനന്നാസു ഉമ്മത്തൻ വാഹിദ, ജനങ്ങൾ ഒരൊറ്റ സമുദായമായിരുന്നു, മനുഷ്യ സമൂഹം ഒരൊറ്റ സമുദായമായിരുന്നു.
ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശം മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ഒരൊറ്റ സമൂഹമായിരുന്നു ഇസ്ലാം. കാനന്നാസു ഉമ്മത്തൻ വാഹിദ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ. പിൽക്കാലത്തേക്ക് ഇങ്ങനെ വന്നപ്പോ ആ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പല നിലക്ക് ആളുകൾ വ്യതിചലിച്ചു പോയപ്പോ ആ വ്യതിചലനം തിരുത്താൻ വേണ്ടി ബഅസല്ലാഹു നബിയ്യീൻ, അമ്പിയാക്കന്മാരെ നിയോഗിച്ചു, മുബശ്ശിരീന വമുൻദിരീൻ, സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിക്കൊണ്ട്, വഅൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ്, യഥാർത്ഥ സത്യവുമായിക്കൊണ്ട് അവർക്ക് വേദഗ്രന്ഥങ്ങൾ ഇറക്കി. ലിയഹ്കുമ ബൈനന്നാസി ഫീമാ ഇഖ്തലഫൂ ഫീഹി, ആളുകൾ ഭിന്നിച്ചിട്ടുള്ളതിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി, വിധി തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അള്ളാഹു ആ പ്രവാചകന്മാരിലുള്ള വേദഗ്രന്ഥങ്ങളും അവതരിപ്പിച്ചു. വമാ ഇഖ്തലഫ ഫീഹി ഇല്ലല്ലദീന ഊതൂഹു മിൻ ബഅദി മാ ജാഅത്തുഹുൽ ബയ്യിനാത്ത്. എന്നാൽ വ്യക്തമായ മാർഗദർശനം വന്നെത്തിയ ശേഷമല്ലാതെ ജനങ്ങൾ ഭിന്നിച്ചിട്ടില്ല. ജനങ്ങൾ ഭിന്നിക്കുകയും വ്യത്യസ്ത മതങ്ങളായി രൂപപ്പെടുകയും ഒക്കെ ചെയ്തത് ഈ പ്രവാചകന്മാരിൽ വരികയും ആ പ്രവാചകന്മാർ വളരെ കൃത്യമായ സത്യസന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തതിനു ശേഷം മാത്രമാണ്. എന്നിട്ട് അല്ലാഹ് പറയാ, ഫഹദല്ലാഹുല്ലദീന ആമനൂ ലിമഖ്തലഫൂ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിഹി. അങ്ങനെ അള്ളാഹു, അവർ ഭിന്നിച്ചു പോയപ്പോ അള്ളാഹു അവർക്ക് വീണ്ടും ഹിദായത്ത് നൽകി. വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു അവനെ ഉദ്ദേശിക്കുന്നവരെ മുസ്തഖീമായ മാർഗത്തിലേക്ക് മാർഗദർശനം നൽകുന്നു. അപ്പോ ഒരൊറ്റ സമുദായമായിരുന്നു മനുഷ്യർ. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് എടുത്തുകൊണ്ട് അവന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നു. പിന്നീട് ആളുകളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾക്കനുസരിച്ച്, സ്വാർത്ഥതക്കനുസരിച്ച് ആളുകൾ വ്യത്യസ്തമായ രൂപത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടാക്കിപ്പോയി. അങ്ങനെ ആളുകൾ വ്യതിചലിച്ചപ്പോ അവരെ സന്മാർഗത്തിലേക്ക് വിളിക്കാൻ വേണ്ടി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുകയും വേദഗ്രന്ഥങ്ങൾ നൽകുകയും ചെയ്തു. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു ആ പ്രവാചകത്വം അവസാനിപ്പിക്കുകയും ലോകാവസാനം വരെ ജനങ്ങളുടെ മുമ്പിൽ നിലനിൽക്കുന്നതായ നിലക്ക് ഇസ്ലാമിനെ സമ്പൂർണമാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അള്ളാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, സന്മാർഗവും യഥാർത്ഥ സത്യവുമായി കൊണ്ട് ദൂതനെ, പ്രവാചകനെ അയച്ചത് അള്ളാഹു അവനാകുന്നു. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, മറ്റെല്ലാ മത ആദർശങ്ങളെയും അതിജയിക്കുന്നതായ നിലക്കുള്ള ആദർശം. വലൗ കരിഹൽ മുശ്രികൂൻ, ബഹുദൈവ വിശ്വാസികൾ വെറുത്താലും ശരി. അപ്പോ ലോകത്തുള്ള മറ്റെല്ലാ മത ആദർശങ്ങളെയും ദർശനങ്ങളെയും അതിജയിക്കുന്ന, മറ്റൊന്നിനും കവച്ചു വെക്കാൻ സാധിക്കാത്ത കൃത്യമായ ഏകദൈവ വിശ്വാസവും ആ പ്രപഞ്ച സൃഷ്ടാവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ അത് എല്ലാ കാലത്തും അജയ്യമായി നിലനിൽക്കും. അതിലേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. അംഗസംഖ്യ അതിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും വളരെ കൃത്യമായ മാർഗദർശനം ഉള്ളത് കൊണ്ട്, അള്ളാഹുവിന്റെ വേദഗ്രന്ഥം എല്ലാ വിഷയങ്ങളിലും വളരെ കൃത്യമായ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകുന്നത് കൊണ്ട്, ആ ഖുർആൻ അനുസരിച്ച് നിലനിൽക്കുന്ന സമൂഹം ഏതൊക്കെ നാട്ടിലുണ്ടോ, ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ, അവിടെയൊക്കെ അവർ പുരോഗമിക്കും. അംഗസംഖ്യ വർദ്ധിക്കുമെന്ന് മാത്രമല്ല, അവര് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി കൈവരിക്കും. സാമ്പത്തികമായ കൃത്യമായ വീക്ഷണമുള്ളത് കൊണ്ട് സാമ്പത്തിക രംഗത്ത് പുരോഗമിക്കും. ഇതാണ് ഇന്ന് ലോകത്തിന്റെ പ്രശ്നം. നമ്മുടെ നാടിന്റെ പ്രശ്നവും ഇത് തന്നെയാണ്. അടിസ്ഥാനപരമായിട്ട് ഇതാണ് പ്രശ്നം. മുസ്ലിം സമുദായം എണ്ണത്തിൽ വർദ്ധിക്കുന്നു. മുസ്ലിം സമുദായം സാമ്പത്തികമായി പുരോഗതി പ്രാപിക്കുന്നു. മുസ്ലിം സമുദായം വിദ്യാഭ്യാസ രംഗത്ത് അങ്ങേയറ്റത്തെ പുരോഗതി നേടുന്നു. നമ്മുടെ നാടിന്റെ പ്രശ്നവും ഇത് തന്നെയാണ്.
ഇസ്ലാമിന്റെ എതിരാളികൾ മറ്റ് പല കാരണങ്ങളും പറയുകയും പല വിമർശനങ്ങളും പറയുകയും ചെയ്യുന്നുവെങ്കിലും അവരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന അവർ ഒരു ഭീഷണിയായി കാണുന്നത് ഇസ്ലാമിന്റെ ഈ പുരോഗതിയും വളർച്ചയും തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരൊക്കെ ഏതൊക്കെ നിലക്ക് നമ്മളോട് സഹകരിച്ചാലും ശരി, പൂർണ്ണ മനസ്സോടുകൂടി ഒരിക്കലും ഇസ്ലാമിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക എന്നത് മറ്റൊരു മതസ്ഥരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഒന്നാമത്തെ കാരണം അള്ളാഹു പറഞ്ഞത് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, മറ്റെല്ലാ മതദർശനങ്ങളെയും അതിജയിക്കുന്ന അത്യുന്നതമായ ആദർശമായിരിക്കുന്ന, സൂര്യൻ ഉദിച്ചാൽ പിന്നെ നക്ഷത്രങ്ങൾക്കോ മറ്റ് വിളക്കുകൾക്കോ പ്രകാശമുണ്ടാവുകയില്ല എന്ന രൂപത്തിൽ ഇസ്ലാമിന്റെ ആദർശത്തിന് മുമ്പിൽ മറ്റ് ഒരു ദർശനത്തിനും പ്രകാശമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ അത് തെരഞ്ഞെടുക്കും. നിഷ്കളങ്കമായി സത്യം അന്വേഷിക്കുന്ന, സന്മാർഗം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സമാധാനത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ അത് തെരഞ്ഞെടുക്കും. അപ്പൊ അംഗസംഖ്യ വർദ്ധിക്കും. ലോകത്ത് മുഴുവൻ അങ്ങനെ തന്നെയാണ്, നമ്മളെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിനെ പ്രതിരോധിക്കണമല്ലോ. പ്രതിരോധിക്കണമെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറയും, പല നിലക്കുള്ള വിവാദങ്ങൾ കൊണ്ടുവരും, പല നിലക്കുള്ള തെറ്റിദ്ധരിപ്പിക്കൽ നടക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പം മുസ്ലിം നാമധാരികളായിട്ടുള്ള അറബി പേര് സ്വീകരിച്ചിട്ടുള്ള ആളുകൾ എന്തെങ്കിലും വൃത്തികേടുകൾ ചെയ്യുകയാണെങ്കിൽ ഇതാ ഇസ്ലാമിന്റെ അനുയായികൾ കണ്ടോ, ഇവരിങ്ങനെയാണ് എന്ന് ലോകത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കപ്പെടാൻ. എന്തിനാണത്? ഇസ്ലാമിക ആദർശത്തെ നേരിടാൻ കഴിയില്ല, ഇസ്ലാമിന്റെ വളർച്ചയെ തടയാൻ കഴിയില്ല. അപ്പൊ അതിന് എല്ലാ ചെറിയ പ്രശ്നങ്ങളെയും കുത്തിപ്പൊക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഇസ്ലാമും മുസ്ലിമീങ്ങളും വലിയ അപകടകാരികളാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ വരുത്തി തീർക്കുകയും അങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നത് പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹം തന്നെ ഇസ്ലാമിന്റെ എതിരാളികളായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളുമായിട്ട് ആരൊക്കെ സഹകരിക്കുന്നുണ്ടോ, ആരൊക്കെ സഹകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആരൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ അവരൊക്കെ മുമ്പിൽ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കേണ്ടുന്ന അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു വചനമുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. വലൻ തർല അൻകൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽമി മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. വലൻ തർല അൻകൽ യഹൂദു വലൻ നസ്വാറ, ജൂതന്മാരോ ക്രിസ്ത്യാനികളോ മറ്റു മതസ്ഥരോ ഒന്നും നിന്നെ തൃപ്തിപ്പെടുകയില്ല, പൂർണ്ണമായി നിന്നെ തൃപ്തിപ്പെടുകയില്ല. ഹത്താ തത്തബിഅ മില്ലതഹും, നീ അവരുടെ മില്ലത്ത് പിന്തുടരുന്നത് വരെ, അവരുടെ മാർഗം പിന്തുടരുന്നത് വരെ. അപ്പൊ നീ മുസ്ലിമാണ് എന്നുള്ള നിലക്ക് കൃത്യമായ ഇസ്ലാമിക ഐഡന്റിറ്റിയോടുകൂടി നിന്റെ ആദർശത്തിൽ അടിയുറച്ച് ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ആ ആദർശം ജനങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കാലത്തോളം പൂർണ്ണ മനസ്സോടുകൂടി നിന്നെ തൃപ്തിപ്പെടാൻ ഒരാൾക്കും കഴിയില്ല, ഒരാളും അങ്ങനെ തൃപ്തിപ്പെടുകയുമില്ല. അത് അള്ളാന്റെ വാക്കാ. എന്നിട്ട് അള്ള പറയാ, ഖുൽ, നബിയെ അവരോട് പറയുക, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, അള്ള കാണിച്ചു തരുന്ന മാർഗമാണ് ശരിയായ മാർഗം. ഇത് പ്രഥമമായിട്ട് മുഹമ്മദ് നബിയോടാണ് എങ്കിലും എന്നോടും നിങ്ങൾ ഓരോരുത്തരോടാണ് പറയുന്നത്. ശരിക്കും മനസ്സിലാക്കിയ റബ്ബിന്റെ വാക്കാണ്. നീ എങ്ങാനും അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് അത് പിന്തുടർന്നാൽ, നിനക്ക് ശരിയായ വിജ്ഞാനം ഹിദായത്ത് വന്നെത്തിയ ശേഷം, അള്ളാഹുവിൽ നിന്ന് നിന്നെ സഹായിക്കാൻ ഒരു രക്ഷകനും ഒരു സഹായിയും നിനക്കുണ്ടാവുകയില്ല. ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ സന്ദേശം നമുക്ക് വന്നെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ സന്മാർഗത്തിലാണ്, ഞാൻ ഹിദായത്തിലാണ്. അള്ളാഹുവിനെ എന്റെ മതം നിങ്ങൾക്ക് അള്ളാഹു തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. അള്ളാഹു തൃപ്തിപ്പെട്ട് തന്ന എല്ലാ മതദർശനങ്ങളെയും അതിജയിക്കുന്ന, ഭൗതിക ലോകത്ത് വിജയിക്കുന്ന, ആഖിറത്തിൽ വിജയിക്കുന്ന ഒരു ആദർശത്തിലാണ് ഞാൻ ഉള്ളത് എന്ന ബോധത്തോടു കൂടി നീ ജീവിക്കണം.
നീയെങ്ങാനും മറ്റ് മതസ്ഥര അതും ശരി ഇതും ശരി എല്ലാത്തിലും സഹകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു വെള്ളത്തിലിട്ട് ലയിക്കുന്ന രൂപത്തിൽ ലയിച്ചു ചേരുന്ന രൂപത്തിലുള്ള ഒരു ആദർശമല്ല നിന്റേത്. നീ സത്യമതത്തിലാണ്, റബ്ബിൽ നിന്നുള്ള മാർഗദർശനത്തിലാണ്. ആ ബോധം നിനക്ക് ഉണ്ടാവണം. വലഇനിത്തബഅത അഹ്വാഅഹും, അവരുടെ ഇച്ഛക്കെങ്ങാൻ നീ പിന്തുടർന്നാൽ ബഅദല്ലദി ജാഅക മിനൽ ഇൽമി, നിനക്ക് സത്യത്തിന്റെ സന്ദേശം വന്നെത്തിയ ശേഷം മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹുവിൽ നിന്ന് നിന്നെ സഹായിക്കാൻ, നിന്നെ രക്ഷിക്കാൻ ഒരു രക്ഷകനും സഹായം നിനക്ക് ഉണ്ടാവുകയില്ല. അപ്പൊ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് റബ്ബ് തൃപ്തിപ്പെട്ട് തന്ന, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അത്യുന്നതമായ ആദർശത്തിന്റെ വക്താക്കളാണ് ഞാനും നിങ്ങളും എന്ന ബോധം ഒരു സന്ദർഭത്തിലും നമ്മൾ മറന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമതായി ഇന്നത്തെ ഖുത്ബയിൽ സൂചിപ്പിക്കാനുള്ളത്. അതാണ്. രണ്ടാമതായിട്ട് ലോകത്തുള്ള മറ്റെല്ലാ മതങ്ങളും അത് അള്ളാഹുവിൽ നിന്നുള്ള മതങ്ങൾ തന്നെയാണ്. അത് അള്ളാഹുവാണ് നിലനിർത്തിയത്. ഞാൻ ഈ ആയത്തോതിക്കൊണ്ട് വിശദീകരിച്ചതല്ലോ. ആളുകളൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള മതത്തിൽ തന്നെയായിരുന്നു. പക്ഷെ അവരുടെ താല്പര്യാനുസരണം വ്യത്യസ്തമായ വീക്ഷണങ്ങളും ദർശനങ്ങളുമായിട്ട് അവർ തെറ്റിപ്പോയതാണ്. അള്ളാഹ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ ദർശനങ്ങളെയും ആ മതങ്ങളെയും ഒക്കെ ഇവിടെ നിലനിർത്തിയതും അത് ഇവിടെ നിലനിൽക്കണമെന്ന് ഉദ്ദേശിച്ചതും തീരുമാനിച്ചതും അള്ളാഹുവാണ്. അതും അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. വലൗ ശാ അല്ലാഹു ലജഅല الناس ഉമ്മതൻ വാഹിദ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ജനങ്ങളെ മുഴുവൻ ഒരൊറ്റ സമൂഹമാക്കി അള്ളാഹു മാറ്റുമായിരുന്നു. വലാകിൻ ഇഖ്തലഫു, പക്ഷെ അവര് ഭിന്നിച്ചിരിക്കുകയാണ്. ലിയബ്ലുവക്കും ഫീമാ ആതാക്കും, അവർക്ക് നൽകപ്പെട്ടതിൽ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ മറ്റെല്ലാ മതങ്ങളെയും ഇവിടെ നിലനിർത്തിയത് അള്ളാഹുവാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് എന്റെ മതമാണ് സത്യം, അത് അള്ളാഹു നൽകിയതാണ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് മതങ്ങളെയും ദർശനങ്ങളെയും ഇവിടെ നിലനിർത്തിയത് അള്ളാഹു തന്നെയാണ്. അതുകൊണ്ട് അവരുമായിട്ട് കലഹിക്കാനോ ശത്രുത വെച്ച് പുലർത്താനോ എനിക്ക് പാടില്ല. ഞാൻ എന്റെ മതദർശനം സത്യമാണ്, അത്യുന്നതമാണ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ മറ്റെല്ലാ മതസ്ഥർക്കും ഇവിടെ നിലനിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് അവകാശങ്ങളുണ്ട്. ആ സ്വാതന്ത്ര്യവും ആ അവകാശവും ഒക്കെ വകവെച്ച് കൊടുക്കുക എന്നത് അള്ളാഹു എന്നോട് കൽപ്പിച്ച കാര്യമാണ്. വിധി നിർണയിക്കുന്നവനും വിചാരണ നടത്തുന്നവനും അള്ളാഹുവാണ്, അത് നമ്മളല്ല. നമ്മൾ ആ പണി ഏൽപ്പിച്ചിട്ടില്ല. നമ്മളോട് പറഞ്ഞ പണി ചെയ്താൽ മതി. നമ്മൾ ഒരു അള്ളാഹുവിൽ നിന്നുള്ള ആദർശത്തിലാണെങ്കിൽ ആ ആദർശത്തിന്റെ മേലാണ് അള്ളാഹുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഹുവജിത്തബാക്കും, നിങ്ങളെ ഈ കാലഘട്ടത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹുവിന്റെ ദീനിന്റെ അനുയായികളായി നിലനിൽക്കണമെന്ന് തെരഞ്ഞെടുത്തത് അള്ളാഹുവാണ്. വസമ്മാക്കുമുൽ മുസ്ലിമീൻ, നിങ്ങൾക്ക് മുസ്ലിമീൻ എന്ന് പേര് വിട്ടതും അള്ളാഹുവാണ്. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും അള്ളാഹു അവന്റെ ദീനിന്റെ ആദർശത്തിലായി തെരഞ്ഞെടുത്തു. അതോടൊപ്പം മറ്റ് മതങ്ങളെ ഇവിടെ നിലനിർത്തിയത് അള്ളാഹുവാണ്. അവർക്കൊക്കെയും നിലനിൽക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശങ്ങളും നീതിപൂർവകമായി വകവെച്ചു കൊടുക്കാൻ കടപ്പെട്ടവരാണ് നാം എന്ന് മാത്രമല്ല, ഓരോ നാട്ടിന്റെയും ഞാൻ സത്യമതത്തിലാണ്, അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനത്തിലാണ് എന്ന് വിശ്വസിക്കുകയും അത് പറയുകയും ചെയ്യുന്നതോടൊപ്പം എല്ലാ മതസ്ഥർക്കും നിലനിൽക്കുന്ന സമൂഹത്തിൽ അവരവരുടെ മതത്തിന്റെ അവരവരുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, അതുപോലെ തന്നെ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നത് പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ട് മദീനയിലേക്ക് വന്നിട്ട് ആദ്യമായി മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഇടയിൽ സാഹോദര്യമുണ്ടാക്കി അവർക്കൊരു അഭയകേന്ദ്രം ഉണ്ടാക്കി കൊടുത്ത്, മുഹാജിറുകൾക്ക് ഒരു അഭയകേന്ദ്രം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം റസൂലുള്ള ചെയ്ത രണ്ടാമത്തെ പണി ജൂതന്മാരുമായിട്ട് സമാധാനപൂർവമായി ജീവിക്കാനുള്ള സന്ധിയും കരാറുണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബഹുമത സമൂഹത്തിൽ നിലനിൽക്കുമ്പോ ആ നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ടി, സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി, സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിലും ആദർശത്തിലും വെള്ളം ചേർക്കാത്ത നിലക്ക് എന്തൊക്കെ നിലക്ക് ഈ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടിരിക്കുന്നു പ്രവാചകന്മാർ, വിശിഷ്യ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് നഷ്ടപ്പെടുത്തിയാൽ ഇഹലോകത്ത് നമുക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധ്യമല്ല, നാളെ പരലോകത്ത് രക്ഷപ്പെടാനും സാധ്യമല്ല.
പിന്നെ ഈ ഖുർആനിലെ ഈ ആയത്ത് സൂറത്ത് അൽ-ബഖറയിലെ വലൻ തർള അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലത്തഹും, ജൂത ക്രിസ്ത്യാനികളും മറ്റു ബഹുദൈവ വിശ്വാസികളൊന്നും നിന്നെ തൃപ്തിപ്പെടുകയില്ല അവരുടെ മാർഗം നീ പിന്തുടരുന്നിടത്തോളം എന്ന ഒരായത്ത് അള്ളാഹുവിന്റെ ഖുർആനിൽ ഉണ്ട് എന്നൊരു ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. ആ ബോധം ഉണ്ടാകുന്നത് നല്ലതാ. കാരണം എന്താ അറിയോ, രാഷ്ട്രീയക്കാരിങ്ങനെ മറുകണ്ഠം ചാടുകയും നിലപാടുകളിൽ മലക്കം മറിയുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിന് അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. അടിസ്ഥാനപരമായ കാരണം വിശ്വാസികൾ എണ്ണത്തിൽ വർദ്ധിക്കുന്നു എന്നതും സാമ്പത്തിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ അവർ പുരോഗതി പ്രാപിക്കുന്നു എന്നതും കൃത്യമായി ഇവിടുത്തെ കണക്കുകൾ അനുസരിച്ച് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അടിസ്ഥാനപരമായ കാരണം അത് തന്നെയാണ്, മറ്റെന്തൊക്കെ പുറമേക്ക് പറഞ്ഞാലും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർമ്മ ഉണ്ടാവുക, വലൻ തർള അൻകൽ യഹൂദു വലൻ നസ്വാറ, ജൂതന്മാരും ക്രിസ്ത്യാനികളും നിന്നെ തൃപ്തിപ്പെടുകയില്ല ഹത്താ തത്തബിഅ മില്ലത്തഹും, നീ അവരുടെ മില്ലത്ത് മാർഗം പിന്തുടരുന്നവരെ. ഖുൽ, നബിയെ പറയുക, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, അല്ലാഹു കാണിച്ചു തരുന്ന മാർഗമാണ് ഹിദായത്ത്, അതാണ് യഥാർത്ഥ മാർഗം. വലഇൻ ഇത്തബഅത അഹ്വാഅഹും, നീ എങ്ങാനും അവരുടെ മാർഗം പിന്തുടർന്നാൽ ബഅദല്ലദീ ജാഅക മിനൽ ഇൽമ്, സത്യത്തിന്റെ ഇൽമിന്റെ നിനക്ക് വന്നെത്തിയ ശേഷം, അറിവ് ശരിയായ അറിവ് നിനക്ക് വന്നെത്തിയ ശേഷം, മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹുവിൽ നിന്നൊരു സഹായിയും രക്ഷകനും നിനക്ക് ഉണ്ടാവുകയില്ല. അപ്പൊ നമ്മള് ആരൊക്കെ എന്തൊക്കെ മലക്കം പറഞ്ഞാലും എന്തൊക്കെ നിലപാടുകൾ മാറ്റിയാലും അള്ളാന്റെ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട് എന്ന ബോധത്തോടു കൂടി ജീവിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഈ നിലപാടിൽ മലക്കം മറിയുന്നത് കാണുമ്പോൾ, മറുകണ്ഠം ചാടുന്നത് കാണുമ്പോൾ ഒന്നും. അതുകൊണ്ട് 100% ആരെയും വിശ്വസിക്കേണ്ടതില്ല. എന്നാൽ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി എല്ലാവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഇതാ ഇസ്ലാം പഠിപ്പിക്കുന്ന, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ദർശനാണ്. ആ ബോധം ഉണ്ടെങ്കിൽ നമുക്ക് വല്ലാത്ത ടെൻഷനൊന്നും, ആളുകളുടെ മലക്കം മറിച്ചില് നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും നമുക്ക് രക്ഷകനായിക്കൊണ്ട്, സഹായിയായിക്കൊണ്ട്, ഇടതോ വലതോ അല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, സഹായിയായിട്ട് രക്ഷകനായിട്ട് പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിനെയാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവുക. സർവശക്തനായ നാഥൻ ദീനിനെ യഥാവിധി മനസ്സിലാക്കി യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫിൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ وعلى آله وصحبه وعلى جميع الأنبياء والمرسلين والتابعين لهم بإحسان إلى يوم الدين. اتقوا الله يا عباد الله. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു അവധിക്കാലത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗത്തുള്ള ആളുകൾക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവധിയാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ അവധിക്കാലത്തേക്ക് എത്തിപ്പെട്ടു. അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ നമ്മളൊക്കെ കാണാതെ പഠിക്കുകയും സദാ ഓർമ്മിച്ചിരിക്കുകയും ചെയ്യുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നമ്മൾ പല പ്രാവശ്യം കേട്ട ഒരു ഹദീസായിരുന്നു. നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസ്, ജനങ്ങളിൽ അധികവും അശ്രദ്ധമാകുന്ന 2 അനുഗ്രഹങ്ങൾ. അസ്സിഹത്തു വൽ ഫറാഹ്, ആരോഗ്യവും ഒഴിവ് സമയവും. ആരോഗ്യമുള്ള കാലഘട്ടത്തില് ആ ആരോഗ്യം എന്ന അനുഗ്രഹത്തെ കുറിച്ച് ബോധമില്ലാതെ മതിമറന്ന് ജീവിക്കും. ഒഴിവ് സമയങ്ങളിൽ ആ ഒഴിവ് സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താതെ അതെങ്ങനെയെങ്കിലും വിനോദത്തിലും വെറും അനാവശ്യമായ കാര്യങ്ങളിലുമായിട്ട് കഴിച്ചു കൂട്ടും. അപ്പം ആരോഗ്യം നിഅമത്താനി, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന 2 അനുഗ്രഹങ്ങൾ. മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, ആളുകൾ അധികവും അതിനെക്കുറിച്ച് അശ്രദ്ധരാണ്. അസ്സിഹത്ത് വൽ ഫറാഹ്, ഒഴിവ് സമയം, അതുപോലെ തന്നെ ആരോഗ്യം. അപ്പൊ നമ്മൾ ഈ 2 കാര്യത്തെക്കുറിച്ചും അനുഗ്രഹങ്ങളെ കുറിച്ചും ബോധമുള്ളവരായിരിക്കണം. നമുക്ക് ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന 1 സെക്കൻഡും അത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നൊരു ബോധം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒഴിവ് സമയം, എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്ന സമയം തള്ളി നീക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഒരിക്കലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. കാരണം അല്ലാഹ് പറഞ്ഞതാ, ഫൈദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്, നീ ഒരു ജോലിയിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊരു ജോലിയിൽ മുഴുകിക്കോ.
വൈലാ റബ്ബിക ഫർഗബ്, നീ റബ്ബിലേക്ക് ആഗ്രഹം പ്രകടിപ്പിച്ചോ, റബ്ബിന്റെ പ്രീതി നേടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറിക്കോ എന്ന്. അപ്പം വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ഒഴിവാകുമ്പോ, അല്ലെങ്കിൽ ഔദ്യോഗികമായ പഠനവും ക്ലാസ് പോകലൊക്കെ നിർത്തുമ്പോ, അതല്ലാത്ത നിലക്ക് നമുക്ക് ഖുർആൻ പഠിക്കാനുണ്ട്, ദീനീ പഠനങ്ങളുണ്ട്, ദീനീ പ്രവർത്തനങ്ങളുണ്ട്, അമലുസ്വാലിഹാത്തുകൾ, സൽക്കർമ്മങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലായിക്കൊണ്ട് നമുക്ക് സമയം ചെലവഴിക്കാമല്ലോ. യുവാക്കളും യുവതികളും കൗമാരപ്രായത്തിലുള്ള ആളുകളും ഒക്കെ ഈ ഒഴിവ് സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിക്കാം. അത് വെറും ദീനീ പ്രവർത്തനം മാത്രമാവണ്ട, ദുനിയാവിന്റെ കാര്യങ്ങൾക്കും ആവാലോ. അപ്പൊ ഏത് നിലക്കായാലും സമയം അനാവശ്യമായി തള്ളി നീക്കുന്ന ഒരവസ്ഥ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് ഖുർആനിൽ നിന്ന് ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് അമലുസ്വാലിഹാത്തുകളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഒഴിവ് സമയത്ത് വെറും ടൂറുകളും അതുപോലെ തന്നെ ടൂറുകളിൽ തന്നെ പലപ്പോഴും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത പല സംഗതികളും ടൂറുകളിൽ വന്നു പോകുന്നുണ്ട്. കുടുംബ ടൂറുകളിലൊക്കെ ഈ അന്യ പുരുഷന്മാര്, അന്യ സ്ത്രീകള് അതിരുവിട്ട് ഇടപഴകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. അതൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായിരുന്നാലും ഈ ഒഴിവ് സമയം അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം, സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഒരു ദിവസം ഒരു 2 ആയത്തെങ്കിലും പഠിക്കട്ടെ എന്ന് തീരുമാനിക്കാം. അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരു ദിവസം ഞാൻ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് ചായ കുടിച്ചു കഴിഞ്ഞ ശേഷം ഒരു 2 ആയത്ത് ഞാൻ പഠിക്കട്ടെ എന്ന് കുട്ടികൾക്ക് തീരുമാനിക്കാം. 2 മാസമാകുമ്പോൾ 120 ആയത്ത് പഠിച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നന്മക്ക് വേണ്ടി ഒഴിവ് സമയം ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. നാളെ പരലോകത്തെത്തുമ്പോ ഖേദിക്കേണ്ടി വരുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. വഹും യസ്തരിഖൂന ഫിഹ, അവരതിൽ ബഹളം വെക്കും, അലറും. ആര്? ഈ സമയത്തെ കുറിച്ചോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചോ ബോധമില്ലാത്ത ജീവിച്ച ആളുകൾ. എന്നിട്ട് അവര് പറയും, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്ന, ഇതിൽ നിന്ന് ഞങ്ങളൊന്ന്, ഈ ശിക്ഷയിൽ നിന്ന് ഞങ്ങളൊന്ന് പുറത്താക്കി തരണം, നഅമൽ സ്വാലിഹൻ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം, ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്യാതെ വിട്ടിരുന്ന എല്ലാ അമലു സ്വാലിഹാത്തുകളും ഞങ്ങൾ ചെയ്തു കൊള്ളാം. അപ്പൊ അള്ളാഹ് ചോദിക്കുക, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, നിനക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ മാത്രമുള്ള ആയുസ് ഞാൻ ദുനിയാവിൽ വെച്ച് തന്നിട്ടില്ലായിരുന്നോ? നദീർ, ഇങ്ങനെ താക്കീത് നൽകുന്ന ആളും വന്നിട്ടില്ലായിരുന്നോ? അത് അള്ളാന്റെ പ്രവാചകനാണ്, ഖുർആനാണ്, താക്കീത് നൽകുന്ന പ്രബോധകന്മാരാണ്. മാത്രമല്ല, ഈ ജാഅക്കുമുൻ നദീറിന് നിങ്ങൾക്ക് താക്കീത് കാലം വന്നില്ല എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കള് നര താക്കീതുകാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, രോഗം താക്കീതുകാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ദുനിയാവിന്ന് വിട്ടുപോകണം എന്നുള്ള ചിന്ത ഉണ്ടാക്കാൻ ഈ പ്രവാചകനും ഖുർആനും അതുപോലെ തന്നെ പ്രബോധകന്മാരും ഒക്കെ ഈ നദീറിൽ വരും എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ മുഫസ്സിറുകൾ എണ്ണിയതാണ് എന്ത്? നര, അത് നിനക്കൊരു താക്കീതുകാരനാണ്. രോഗം, അത് നിനക്കൊരു താക്കീതുകാരനാണ്. ഇപ്പൊ നമ്മൾ ചില ആൾക്കാരോടൊക്കെ സുബൈക്ക് പള്ളിയിൽ വരണമെന്ന് പറയുമ്പോ അവരിങ്ങനെ മേശപ്പുറത്ത് വലിയൊരു ഡബ്ബ, മരുന്നിന്റെ ഗുളികന്റെ ഡബ്ബയൊക്കെ എടുത്തു വെക്കും. അപ്പൊ ശരിക്കും എന്താണ്? ഞാൻ രോഗിയാണ്, എനിക്ക് അതിനൊന്നും കഴിയില്ല, സാധിക്കില്ല, എനിക്ക് ഒഴിവ് തരണമെന്നാ. സത്യത്തിൽ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഞാൻ രോഗത്തിന് അടിമപ്പെട്ടു പോയി, പഠിച്ചോനെ ഇനിയെങ്കിലും ഞാൻ കൂടുതൽ ചെയ്യട്ടെ എന്നാ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇതിങ്ങനെ കാണിച്ചിട്ട് ഒഴിവ് കഴിവ് പറയല്ല വേണ്ടത്. അപ്പൊ ജാഅക്കുമുൻ നദീറില് താക്കീതുകാരൻ എന്നതില് ഖുർആനും പ്രവാചകനും ഒക്കെ പറഞ്ഞ കൂട്ടത്തില് നരയും രോഗവും ഒക്കെ താക്കീതുകാരനാണ് എന്ന്, ഇവിടുന്ന് ദുനിയാവ് വിട്ടു പോകണം എന്നുള്ള താക്കീതുകാരനാണ് എന്നുള്ള നിലക്ക് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാ, നിനക്ക് ചിന്തിക്കാൻ മാത്രം അവസരം ഞാൻ ദുനിയാവ് തന്നിട്ടില്ലേ, അതുകൊണ്ട് ഫദൂഖു ഫമാലിൽ ളാലിമീന മിൻ നസീർ, നീ ആസ്വദിച്ചു കൊള്ളുക, ഫമാലിൽ ളാലിമീന മിൻ നസീർ, അതിക്രമികളായിട്ടുള്ള ആളുകൾക്ക് യാതൊരു രക്ഷകനുമില്ല എന്ന് അള്ളാഹു അറിയിക്കുക. അതുകൊണ്ട് നാളെ പരലോകത്ത് എത്തിയിട്ട് വിലപിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നമുക്ക് ഇല്ലാതിരിക്കാൻ നമ്മൾ ദുനിയാവിൽ ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ താക്കീതുകളെ നമ്മൾ വിലവെക്കുക, എന്നിട്ട് കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഒഴിവ് സമയത്ത് എന്ന് നമ്മൾ സംഘമായിട്ട് ആലോചിക്കുക. അങ്ങനെ നന്മക്ക് വേണ്ടി ഈ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തുക. സർവശക്തനായ നാഥൻ അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ.
അള്ളാഹുവെ, യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനെ. നിന്നോടുള്ള ബാധ്യതകളിൽ വീഴ്ച വരുത്തി പോയത് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റബ്ബെ. നിന്നോടുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ ഈ നാട്ടിന്റെ ശാന്തതയും സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താവുന്ന രൂപത്തിൽ ഒരു അന്തരീക്ഷം നീ ഉണ്ടാക്കി തരണം റഹ്മാനെ. പടച്ചവനെ, ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും ശത്രുക്കളെ അവരെ നീ നിലക്ക് നിർത്തുകയും അവര് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്യുന്ന എല്ലാ കുതന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തുകയും ആ കുതന്ത്രങ്ങളെ നീ വിശ്വാസികൾക്ക് അനുകൂലമാക്കി തീർക്കുകയും ചെയ്യുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, രണ്ട് ലോകത്ത് ഞങ്ങൾക്ക് ജീവിത വിജയം നൽകുന്ന റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കുകയും ഈമാനോടുകൂടി മരിപ്പിക്കുകയും ഞങ്ങളെ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗത്തിന് നീ ശിഫ നൽകണ റഹ്മാനെ. സാമ്പത്തികവും ജോലി സംബന്ധവുമായ പരീക്ഷണങ്ങൾ ഏർപ്പെടുന്ന ആളുകൾ, ആ പരീക്ഷണങ്ങളൊക്കെ നീ നീക്കിത്തരണ റഹ്മാനെ. എല്ലാ പരീക്ഷണ ഘട്ടങ്ങളിലും ഈമാൻ മുറുകെ പിടിക്കാൻ ആവശ്യമായ കരുത്തുറ്റ ഈമാൻ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. രണ്ട് ലോകത്ത് നീ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.